ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബിൽ കേരളത്തിലും വന്നു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബിൽ നിയമമായത് കാര്യങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിലെ ചികിത്സയിൽ നമ്മൾ റെക്കോർഡ് ആവശ്യപ്പെട്ടാൽ അവർ തരികയിലായിരുന്നു. അതുപോലെ എന്തെല്ലാം ചികിത്സയാണ് ആ പേഷ്യൻറ്റിന് കൊടുത്തെന്നുള്ള വിവരം നമുക്കറിയാൻ സാധിക്കില്ല. അവർ ഓരോ എമൗണ്ട് ഓരോ ദിവസം പറയുക, അതനുസരിച്ച് നമ്മൾ അടക്കാമെന്നല്ലാതെ നമുക്കതിനടുത്തൊരു വിവരമില്ല. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം വന്നപ്പോൾ ഓരോ ഡോക്ടർമാരുടെയും ഫീസുകൾ, അതുപോലെ ഓപ്പറേഷൻ, അതിൻ്റെ എന്തെല്ലാം പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ലാബ് റിപ്പോർട്ട്, ഇതെല്ലാം വ്യക്തമായിട്ട് പേഷ്യൻറ്റോ അല്ലെങ്കിൽ പേഷ്യൻ്റെ കൂടെ വരുന്ന പേഷ്യൻ്റെ ബന്ധുക്കളോ ആവശ്യപ്പെട്ടാൽ അതെല്ലാം കൊടുത്തിരിക്കണമെന്നുണ്ട്. പിന്നെ ഒന്നുകൂടിയുണ്ട്, ഇത് ഇവിടുത്തെ ഈ ഓരോ ഓപ്പറേഷൻ, ഓരോ ചികിത്സാ സംവിധാനത്തിനും എത്ര രൂപയാണ് അത് വരുന്നത് എന്നുള്ളതിന് പരസ്യമായിട്ട് ബോർഡ് അത് രേഖപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. ഈ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വന്നിട്ട് 2 വർഷമായി. അപ്പോൾ ഇത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ബില്ലിനെതിരെ അവർ കേരള ഹൈക്കോടതിയിൽ അവർ ഇതിനെക്കുറിച്ച് ചലഞ്ച് ചെയ്തപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞത്, ഈ ബില്ല് നിയമമായിട്ട് ഇതുവരെയായിട്ടും ഇത് പ്രാവർത്തികമാക്കാൻ എന്തുകൊണ്ടാണ് കേരള ഗവൺമെൻറ് ഒന്ന്. രണ്ടാമത്തത്, ഇത് നിർബന്ധമായിട്ടും അതാത് ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ട് ഓരോന്നിനും അതിൻ്റേതായുള്ള റേറ്റ് പ്രസിദ്ധപ്പെടുത്തണം. ഡോക്ടർമാരുടെ യോഗ്യത, നേഴ്സിംഗ് യോഗ്യത, ഇതെല്ലാം ഓരോരുത്തരുടെയും പ്രദർശിപ്പിക്കുന്ന ബോർഡ് വേണം, അവരുടെ വെബ്സൈറ്റിൽ വേണം എന്ന് കോടതി കർശന നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ, നമ്മളൊരു പേഷ്യൻറ്റിനെ കൊണ്ടുപോയാൽ അവർ ഇപ്പോൾ ICU ആണ്, ICUവിൽ അഡ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മുടെയൊക്കെ പറയത്തില്ല. എമൗണ്ട് അടക്കുന്നതിൻ്റെ കാര്യം മാത്രമേ അറിയാവൂ. നമ്മൾ ചികിത്സാ രേഖകൾ ചോദിച്ചാൽ അവർ തരത്തില്ല. ഇതായിരുന്നു ഉണ്ടായിരുന്നു. ഇനി അത് നടക്കത്തില്ല. ഇനി എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിലും DMO, ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ഇതിൻ്റെ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഓരോ ഹോസ്പിറ്റലിലും അത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഒരു ഡോക്ടർമാർ നടത്തുന്ന ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം ബാധകമല്ല. അവർക്ക് അതിനകത്ത് ഒഴിവാകാം. പക്ഷേ അവരിപ്പോൾ പറയുന്നത്, മന്ത്രിയടുക്കലൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് 15 കിടക്കുകൾ വരെയുള്ള ആശുപത്രികളിൽ നിന്ന് ഇതിനകത്ത് ഒഴിവാക്കണമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഒരു ഡോക്ടർമാർ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മാത്രമേ ഇത് ഒഴിവാക്കാൻ പറ്റൂ എന്നാണ് നിയമം. ഈ നിയമം